നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ചീസ് പത്തിരിയാണ്. ചിക്കൻ ചീസ് പത്തിരി എന്ന് പറഞ്ഞാൽ മലബാർ സ്നാക്സ് ഐറ്റംസിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞു പോകുന്ന, അല്ലെ തട്ടുകടകളിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞു പോകുന്ന ഒരു സംഭവം കൂടിയാണ്. സാധാരണ ബ്രെഡ് ക്രംസിലാണ് നമ്മൾ ചിക്കൻ റോളും മറ്റ് അടിപൊളി സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്യുന്നത്. പക്ഷേ ഇത് പാങ്ക്ഡ് ബ്രെഡ് ക്രംസ് എന്ന് പറയുന്ന ഒരു പൗഡറിലാണ്. അതുകൊണ്ട് അതിനൊരു വെറൈറ്റി കോട്ടിംഗ് ആണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ, നമുക്ക് സമൂസൻ്റെ ഷീറ്റ് വേണം, അതുപോലെ ഫില്ലിങ് നിങ്ങൾക്ക് ചിക്കൻ ഇട്ടിട്ടൊരു ഫില്ലിങ് തയ്യാറാക്കുക, പിന്നെ സ്ലൈസ് വേണം, ചീസിൻ്റെ സ്ലൈസാണ് നമ്മൾ മുറിച്ച് വെക്കുന്നത്. അതേപോലെ സമൂസൻ്റെ ഷീറ്റ് നമ്മൾ ഇതുപോലെ നിരത്തി വെച്ചതിന് ശേഷം, ഇത് തട്ടുകടകളിലെ ഒരു രാജാവിനാണ് ചിക്കൻ ചീസ് പത്തിരി, ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പോൾ ഇതേപോലെ പ്ലസ് സൈക്കിളിൽ ഇങ്ങനെ നമ്മൾ സമൂസൻ്റെ ഷീറ്റ് പിന്നെ ഒരു സൈഡോട്ട് നേരെ തിരിച്ചും വെക്കുക. അതിന് ശേഷം ഫില്ലിങ് വെച്ചതിന് ശേഷം നമ്മൾ ചീസ് പകുതി ഇതിൽ വെച്ച് കൊടുക്കുക. അതിന് ശേഷം മൈദപ്പശ വെച്ചിട്ട് നമ്മൾ രണ്ട് സൈഡും മൈദപ്പശ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൾഡ് ചെയ്തുകൊണ്ട് ഒട്ടിക്കുക. ഒട്ടിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഇത് കോട്ടിങ് ചെയ്തിട്ട് പാങ്ക്ഡ് ബ്രെഡ് ക്രംസിൽ മുക്കിയതിന് ശേഷമാണ് നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഫില്ലിങ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. 4 സൈഡിലും അല്ലെങ്കിൽ 3 സൈഡിൽ പശ തേച്ചതിന് ശേഷം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ലീക്കില്ലാത്ത രീതിയിൽ, കാരണം എണ്ണയിലിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ മസാലക്കൂട്ട് എണ്ണയിലേക്ക് പോകാത്ത രീതിയിൽ പിന്നെ നമ്മളിത് ഫില്ല് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ തട്ടുകടകളിലൊരു രാജാവ് തന്നെയാണ് ചിക്കൻ ചീസ് പത്തിരി എന്ന് പറയുന്നത്. അപ്പോൾ അത് പൊരിച്ച് കഴിഞ്ഞാൽ തന്നെ വെറൈറ്റി ഒരു ടേസ്റ്റും കൂടിയാണ്. പിന്നെ നോമ്പ് തുറക്കെല്ലാം ഒരു അടിപൊളി സ്നാക്സും കൂടിയായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ ചിക്കൻ്റെ സ്ലൈസാണ് നമ്മളെടുത്തത്, പാക്കറ്റ് സ്ലൈസ് തന്നെയാണ്. അപ്പോൾ അത് പൊളിച്ചിട്ട് പകുതിയായിട്ട് നമ്മളിതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഓരോന്നും പകുതി മുറിച്ചതിന് ശേഷം വെച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ മൈദപ്പശ വെച്ച് ഒട്ടിച്ച് അപ്പുറത്തുനിന്ന് ഫോൾഡ് ചെയ്ത് ഇതുപോലെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് ഇങ്ങനെ ഒന്ന് ഫാസ്റ്റാക്കിയിട്ട് കുറച്ച് കൂടുതലുള്ളതിനെ കൊണ്ടാണ് നമ്മൾ അങ്ങനെ തന്നെ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നത്. നിങ്ങൾക്ക് സമൂസൻ്റെ തോല് അല്ലെങ്കിൽ വറക്ക് സമൂസ എന്ന് പറയും ഗൾഫിലൊക്കെ, അപ്പോൾ സമൂസൻ്റെ തോല് വെച്ചിട്ടാണ് നമ്മൾ ഈ ചെയ്തിട്ടുള്ളത്. പിന്നെ മൈദൻ്റെ തോല് ഉണ്ടാക്കിയിട്ട് അതുപോലെ തന്നെ ചെയ്യാനും പറ്റും. അപ്പോൾ അതിന് കുറച്ചുകൂടി സോഫ്റ്റ് ഉണ്ടാവും. ഇതുപോലെ തന്നെ ചെയ്താലും നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം നമുക്ക് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് മുട്ട പിന്നെ ഉപ്പിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് മുക്കിയിട്ടാണ് ഇവിടെ പാങ്ക്ഡ് ബ്രെഡ് ക്രംസാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു കടയിൽ കണ്ടപ്പോൾ എനിക്കൊരു വെറൈറ്റി തോന്നിയപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് പാങ്ക്ഡ് ക്രംസ് ബ്രെഡ് ക്രംസാണ് ഇതിലേക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കോട്ട് ചെയ്തെടുക്കുന്നതാണ് അതിൻ്റെ ഒരു വെറൈറ്റി കാണുക. അതിൽ നമ്മൾ പിന്നെ മുട്ടയിൽ കോട്ടിങ് ചെയ്തിട്ട് പിന്നെ ഈ നമ്മൾ ഫില്ല് ചെയ്ത് ഈ ചീസ് പത്തിരീൻ്റെ കൂട്ട് നമ്മൾ മുട്ടയിലേക്ക് മുക്കിയതിന് ശേഷം പിന്നെ പാങ്ക്ഡ് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അങ്ങനെയാണ് ചിക്കൻ ചീസ് പത്തിരി ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ മലബാർ ഐറ്റംസിൽ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചീസ് പത്തിരി ഉണ്ടാക്കേണ്ട റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു വാച്ചിങ് ഫോർ വീഡിയോ മൈ ചാനൽ. സബ്സ്ക്രൈബ്.